വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാൻ അവരെത്തുകയാണ്. ഇതൊരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സിനിമയുടെ മൂന്നാം ഭാഗത്തിനുള്ള കാത്തിരിപ്പായിരിക്കും. കാരണം ഒരു സിനിമയുടെ രണ്ടാം ഭാഗമോ മൂന്നാം ഭാഗമോ ഇത്തരത്തിൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന മലയാളികളുടെ ആകാംക്ഷ അത്ര ചെറുതൊന്നുമല്ല. പാപ്പനും പിള്ളേരും ഇങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സംഗതി കളറാണ് എന്നുള്ളത് പ്രേക്ഷകർക്കും വ്യക്തമായിട്ട് അറിയാം. എല്ലാം മറന്ന് ഓർത്ത് ചിരിച്ച് മനസ്സിന് കുറച്ച് ആശ്വാസം നൽകുന്ന 3 മണിക്കൂറുകൾ അതുതന്നെയാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. അതാണ് ഷാജി പാപ്പനും പിള്ളേരും നൽകുന്ന ഗ്യാരണ്ടി എന്നുള്ളതും പറയേണ്ടി വരും. തന്റെ ജീവിതകാലം മുഴുവനുമുള്ള സ്വത്തുക്കൾ അത് വിറ്റിട്ടാണെങ്കിലും പടം ഞങ്ങൾ ഇറക്കിയിരിക്കുമെന്ന് പറയാൻ വിജയ് കാണിച്ച ധൈര്യവും ആ ഗ്യാരണ്ടിയിലേക്ക് തന്നെയാണ് എന്നുള്ള വിലയിരുത്തൽ പുറത്തേക്ക് വരുന്നു. എന്തായാലും വിജയ് ബാബുവിന്റെ ഉടമസ്ഥതയുള്ള ഫ്രൈഡേ ഫിലിംസ് ഹൗസ്, വേണു കുന്നപ്പിള്ളി നേതൃത്വത്തിൽ നൽകുന്ന കാവ്യ ഫിലിം കമ്പനി എന്നിവർ ചേർന്ന് നൽകുന്ന സിനിമ ജയസൂര്യ നായകനായിട്ടുള്ള വൻ കോമഡി ഫാന്റസി ചിത്രം അത് ഉടൻ പുറത്തു വരും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 2026 മാർച്ച് 19 ഈദ് റിലീസായിട്ട് ചിത്രം വന്നിരിക്കും എന്നുള്ള ഉറപ്പാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ളത് പറയുമ്പോൾ ഒരു മലയാള സിനിമയുടെ വളർച്ച എന്തെന്നത് നമുക്ക് മനസ്സിലാക്കാം. മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഫ്രാഞ്ചൈസ് ചിത്രം എന്ന നിലയിലാണ് വലിയ പ്രതീക്ഷയോടെ ഈ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആഗോളതലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഒട്ടേറെ പ്രേക്ഷകർ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട സംശയങ്ങളുമായി തങ്ങളെ സമീപിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തേക്കും വരുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിലെ എല്ലാ വശങ്ങളും പരിഗണിച്ച ശേഷം ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്ന മലയാള സിനിമയ്ക്കൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞ തീയതിയിൽ തന്നെ ചിത്രം റിലീസ് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് തങ്ങൾക്ക് തരാനുള്ളത് എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയുമാണ് ഈ ഫ്രാഞ്ചൈസിനെയും തങ്ങളെയും വളർത്തിയത് എന്നും അതുകൊണ്ട് ഈ പറഞ്ഞ സമയത്ത് അവരിലേക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും സ്നേഹവും വിനോദവും എത്തിക്കാൻ തങ്ങൾ ഉറപ്പ് നൽകുന്നുവെന്നും വിജയ് ബാബു പ്രതികരിക്കുന്നു. എന്തായാലും പൊട്ടിച്ചിരിക്കുന്ന മുഹൂർത്തങ്ങൾക്കൊപ്പം ഫാന്റസി ഘടകങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഇത്തവണ ചിത്രം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് ഇതോടുകൂടെ വ്യക്തമാകുന്നത്. ഈ പുറത്തു വന്നിരിക്കുന്ന ട്രെയിലർ വ്യക്തമാക്കുന്നതും സംഭവം കളറാണെന്ന് തന്നെ. വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് ആ ചിത്രത്തിന്റെ കഥ പറയുന്നതെന്ന് ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായിട്ട് ആട് 3 പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമെന്നും മനസ്സിലാക്കാം. ഫ്രൈഡേ ഫിലിംസ് ഹൗസ്, കാവ്യ ഫിലിം കമ്പനി എന്നിവർ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ചിത്രമാണ് ആട് 3 പാർട്ട്. ആട് 3 പാർട്ട് 1 ലാസ്റ്റ് റൈഡ് എന്നാണ് സിനിമയുടെ പേര്. മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ 2018 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മാളികപ്പുറം, രേഖാചിത്രം തുടങ്ങിയവയും നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിം കമ്പനി ആട് ഫ്രാഞ്ചൈസിയിലേക്ക് കടന്നു വന്നതോടെ ചിത്രത്തിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയും വർദ്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 22 ചിത്രങ്ങൾ ഇതിനു മുൻപ് നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ 23ാമത്തെ ചിത്രമായിട്ട് ആട് 3 വരികയാണ്. ജയസൂര്യ, വിനായകൻ, ഇന്ദ്രൻസ്, വിജയ് ബാബു, ധർമ്മജൻ ബോൾഗാട്ടി, നോബി, നിർമ്മൽ പാലാഴി, സൈജു കുറിപ്പ്, ഹരികൃഷ്ണൻ, ഭഗവത് മാനുവൽ, അതുപോലെ തന്നെ സണ്ണി വെയിൻ, സുദീകൊപ്പ, ബിജു കുട്ടൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ അലങ്കരിക്കുന്നത്. ആട് ഒരു ഭീകരജീവിയാണ്. ആട് 2 എന്നിവർക്ക് ശേഷം എത്തുന്ന ഈ 3ാം ഭാഗം വലിയ ആവേശത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അവരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ 3ാം ഭാഗത്തിലൂടെയും എത്തുമ്പോൾ അതേ ലെവലിൽ, അതേ സന്തോഷത്തോടെ, അതേ ആവേശത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ള ഉറപ്പാണ് പ്രേക്ഷകർക്കുമുള്ളത്. എന്തായാലും ഇനി വരുന്നത് 19ാം തീയതി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ വേണ്ടി.